ഓം നമോ ഭഗവതേ വാസുദേവായ. 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 ഹരേ കൃഷ്ണ. ചൈതന്യചിതാമൃതം ആദിലീല അധ്യായം 10 ചൈതന്യ വൃക്ഷത്തിന്റെ ശാഖകൾ. ശ്ലോകം 114 മുതൽ 120 വരെ. 114. ജഗന്നാഥ തീർത്ഥാഭിപ്രാഷി ജാനകീനാഥ ഗോപാൽ ആചാര്യ ആരാ വിപ്രാ വാണിനാഥ. ജഗന്നാഥ തീർത്ഥാഭിപ്രാഷി ജാനകീനാഥ ഗോപാൽ ആചാര്യ ആരാ വിപ്രാ വാണിനാഥ. ജഗന്നാഥ തീർത്ഥാഭിപ്രാഷി ജാനകീനാഥ ഗോപാല ആചാര്യ ആരാ വിപ്രാ വാണിനാഥ. പുഷ്പോ. ഹരേ കൃഷ്ണ. ജഗന്നാഥ തീർത്ഥ വിപ്ര ശ്രീ ജാനകീനാഥ ഗോപാല ആചാര്യ ആര വിപ്ര വാണിനാഥ. പ്രധാന പദാർത്ഥം: ജഗന്നാഥ തീർത്ഥൻ. വിപ്ര ശ്രീ ജാനകീനാഥ ബ്രാഹ്മണൻ. ഗോപാല ആചാര്യൻ. ആര വിപ്ര വാണിനാഥൻ എന്ന ബ്രാഹ്മണൻ. വിവർത്തനം ശീല പ്രഭാത് മഹാരാജ് കി ജയ്. മൂലവൃക്ഷത്തിന്റെ 78ാമത്തെ ശാഖ ജഗന്നാഥ തീർത്ഥനും 79ാമത്തെ ശാഖ ശ്രീ ജാനകീനാഥ ബ്രാഹ്മണനും 80ാമത്തേത് ഗോപാല ആചാര്യനും 81ാമത്തേത് വാണിനാഥ ബ്രാഹ്മണനുമായിരുന്നു. ഭാവാർത്ഥം ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭാത് മഹാരാജ് കി ജയ്. ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ അദ്ദേഹത്തിന്റെ അനുഭാഷത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ജഗന്നാഥ തീർത്ഥൻ ചൈതന്യ ഭഗവാന്റെ സഹായികളായിരുന്ന 9 മുഖ്യ സന്യാസിമാരിൽ ഒരാളായിരുന്നു. വാണിനാഥ വിപ്ര നവദ്വീപ് നഗരത്തിനു സമീപത്തുള്ള വർദ്ധമാൻ ജില്ലയിലെ പൂർവസ്ഥലി പോലീസ് സ്റ്റേഷനും സമുദ്രഗഡ് പോസ്റ്റ് ഓഫീസിനും അടുത്തുള്ള ചമ്പാഹട്ടി ഗ്രാമവാസിയായിരുന്നു. അവിടുത്തെ ക്ഷേത്രം വളരെ അവഗണിക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു. പക്ഷേ ബംഗാളി വർഷം 1328 AD 1921 ശ്രീ പരമാനന്ദ ബ്രഹ്മചാരിയാൽ ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറിന്റെ ശിഷ്യന്മാരിൽ ഒരുവൻ ക്ഷേത്രം പുനരുദ്ധരിക്കപ്പെടുകയും സേവാപൂജ പുനഃസ്ഥാപിക്കപ്പെടുകയും ക്ഷേത്രഭരണം ശ്രീ മായാപൂരിലെ ചൈതന്യ മഠത്തിന് കീഴിലാക്കുകയും ചെയ്തു. ക്ഷേത്രത്തിൽ ഇപ്പോൾ ശ്രീ ഗൗര ഗദാധര മൂർത്തി കർശനമായും ശാസ്ത്ര തത്വങ്ങൾക്കനുസരിച്ച് ആരാധിക്കപ്പെടുന്നു. പൂർവ്വ റെയിൽവേയുടെ സമുദ്രഗഡ് നവദ്വീപ് റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്ന് 2 മൈൽ അകലെയാണ് ചമ്പാഹട്ടി. ഹരേ പ്രഭു. ഹരേ കൃഷ്ണ. ശ്ലോകം 115. ഗോവിന്ദ മാധവ വാസുദേവ തീനാഭായ് യാൻ സുബാര കീർത്തനെ നാച്ചേ ചൈതന്യനിതായ്. ഗോവിന്ദ മാധവ വാസുദേവ തീനാഭായ് യാൻ സബാരെ കീർത്തനെ നാച്ചേ ചൈതന്യനിതായ്. ഗോവിന്ദ മാധവ വാസുദേവ തീനാഭായ് യാൻ സബാരെ കീർത്തനെ നാച്ചേ ചൈതന്യനിതായ്. ഗീതാമാജി. गीता माता जी. बसवष्टो. ഹരേ കൃഷ്ണ. ഗോവിന്ദ മാധവ വാസുദേവ തീനാഭായ് യാൻ സബാര കീർത്തനെ നാജി ചൈതന്യനിതായ്. പ്രധാന പദാർത്ഥം: ഗോവിന്ദൻ. മാധവൻ. വാസുദേവൻ. തീനാഭായ് 3 സഹോദരന്മാർ. യാൻ സബാര എല്ലാവരുടെയും, സങ്കീർത്തനത്തിന്റെ, നാജെ നൃത്തം, ചൈതന്യനിതായ് ചൈതന്യനും നിത്യാനന്ദനും. വിവർത്തനം ശ്രീല പ്രഭുപാദ് മഹാരാജ് കി ജയ്. ഗോവിന്ദൻ, മാധവൻ, വാസുദേവൻ എന്നീ 3 സഹോദരന്മാരും വൃക്ഷത്തിന്റെ 82ാമത്തെയും 83ാമത്തെയും 84ാമത്തെയും ശാഖകളായിരുന്നു. ശ്രീ ചൈതന്യനും നിത്യാനന്ദനും അവരുടെ കീർത്തനങ്ങളിൽ പതിവായി നൃത്തം ചെയ്യുമായിരുന്നു. ഭാവാർത്ഥം ശ്രീ അഭയചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് മഹാരാജ് കി ജയ്. ഗോവിന്ദൻ, മാധവൻ, വാസുദേവ ഘോഷൻ എന്നീ 3 സഹോദരന്മാരും ഒരു കായസ്ഥ കുടുംബത്തിൽപ്പെട്ടവരായിരുന്നു. ഗോവിന്ദൻ അദ്ദേഹം ജീവിച്ചിരുന്ന അഗ്രദ്വീപിൽ
ഗോപിനാഥ ക്ഷേത്രം പണി കഴിപ്പിച്ചു. മാധവഘോഷൻ കീർത്തന നിർവഹണത്തിൽ വിദഗ്ധനായിരുന്നു. ഈ ലോകത്തിലുള്ള ആർക്കും ഇക്കാര്യത്തിൽ അദ്ദേഹത്തെ ജയിക്കാൻ സാധിക്കുമായിരുന്നില്ല. വൃന്ദാവനത്തിലെ ഗായകൻ എന്ന് അറിയപ്പെട്ടിരുന്ന അദ്ദേഹം ശ്രീ നിത്യാനന്ദ പ്രഭുവിന് വളരെ പ്രിയങ്കരനായിരുന്നു. ഈ 3 സഹോദരന്മാരും സങ്കീർത്തനം നയിക്കുമ്പോൾ ചൈതന്യ ഭഗവാനും നിത്യാനന്ദനും പെട്ടെന്ന് ഹർഷോന്മാദത്തിലായി നൃത്തം ചെയ്യുമായിരുന്നു അത്രേ. ഗൗരഗണോദേശ ദീപികയിൽ 188 പറയുന്നതനുസരിച്ച് 3 സഹോദരന്മാരും മുമ്പ് ശ്രീ വിശാഖ ഗോപികയാൽ രചിക്കപ്പെട്ട ഗാനങ്ങൾ ആലപിച്ചിരുന്ന കലാവതിയും രസോല്ലാസയും ഗുണതുംഗയും ആയിരുന്നു. ശ്രീ ചൈതന്യ മഹാപ്രഭു ജഗന്നാഥപുരിയിലെ രഥയാത്ര മഹോത്സവത്തിൽ പങ്കെടുക്കുമ്പോൾ കീർത്തനം നയിച്ചിരുന്ന 7 സംഘങ്ങളിൽ ഒന്ന് ഈ 3 സഹോദരന്മാരുടേതായിരുന്നു. വക്രേശ്വര പണ്ഡിതനായിരുന്നു അവരുടെ സംഘത്തിലെ മുഖ്യ നർത്തകൻ. മധ്യലീല 13-ാം അധ്യായം 42-43 ശ്ലോകങ്ങൾ ഇത് വ്യക്തമായി വിവരിച്ചിട്ടുണ്ട്. ശ്രീകൃഷ്ണ. ശ്ലോകം 116. രാമദാസ അഭിരാമ സഖ്യ പ്രേമരാശി ഷോഡാസംഗേര കാഷ്ഠാ തുലീയേ കരിലാ വാൻഷി. രാമദാസ അഭിരാമ സഖ്യ പ്രേമരശി ഷോഡസംഗേര കാഷ്ഠാ തുലീയേ കരിലാ വാൻഷി. രാമദാസ അഭിരാമ സഖ്യ പ്രേമരാശി ഷോഡാസംഗേര കാഷ്ഠാ തുലീയേ കരിലാ വാൻഷി. രാമദാസ അഭിരാമൻ സഖ്യപ്രേമ സൗഹൃദ പ്രേമം രാശി വ്യാപ്തിയുള്ള ഷോലസ അങ്കേര 16 കെട്ടുകളുടെ കാഷ്ട മരം തുലി ഉയർത്തുക ഏതൊരുവൻ കരില ചെയ്തു വാംശി ഒടക്കുഴൽ. വിവർത്തനം. രാമദാസ അഭിരാമൻ സഖ്യരസത്തിൽ നിമഗ്നനായിരുന്നു. അദ്ദേഹം മുള കൊണ്ടുള്ള 16 കണ്ണുകളോട് കൂടിയ ഒരു ഓടക്കുഴൽ നിർമ്മിക്കുകയുണ്ടായി. ഭാവാർത്ഥം. ശില ഭക്തിവേദാന്ത സ്വാമി ശില പ്രഭുപാദ് മഹാരാജ് കി ജയ്. അഭിരാമൻ ഖാനാകുല കൃഷ്ണനഗര നിവാസിയായിരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. 117. പ്രഭുരാജ്ഞായ നിത്യാനന്ദ ഗൗഡേ ചലില താനാസംഗേ തീനജന പ്രഭു ആജ്ഞായ ഐലാം. പ്രഭുരാജ്ഞായ നിത്യാനന്ദ ഗൗഡേ ചലില താണ്ഡാസംഗേ തീനജന പ്രഭു ആജ്ഞായ ഐലാം. പ്രഭുരാജ്ഞായ നിത്യാനന്ദ ഗൗഡേ ചലില താണ്ഡാസംഗേ തീനജന പ്രഭു ആജ്ഞായ ഐലാം. പ്രഭുര ആജ്ഞായ നിത്യാനന്ദ ഗൗഡേ ചലില താണ്ഡാസംഗേ തീനജന പ്രഭു ആജ്ഞായ ആയില. അതാണ് പദാർത്ഥം. പ്രഭുര ആജ്ഞായ മഹാപ്രഭുവിന്റെ ആജ്ഞ അനുസരിച്ച് നിത്യാനന്ദൻ ഗൗഡെ ബംഗാളിലേക്ക്, ചലില തിരിച്ചുപോയി, താണ്ഡസംഗെ അദ്ദേഹത്തിന്റെ ചങ്ങാത്തത്തിൽ, തിനജന 3 പേർ, പ്രഭു ആജ്ഞായ പ്രഭുവിന്റെ ആജ്ഞ അനുസരിച്ച് ആയില പോയി. വിവർത്തനം. ശ്രീല പ്രഭുപാദ് മഹാരാജ് കി ജയ്. ഈ ചൈതന്യ മഹാപ്രഭുവിന്റെ ആജ്ഞപ്രകാരം നിത്യാനന്ദ പ്രഭു പ്രചാരണത്തിനായി ബംഗാളിലേക്ക് തിരിച്ചു പോയപ്പോൾ 3 ഭക്തന്മാർ അവിടെ തന്നെ അനുഗമിച്ചു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. 118. രാമദാസ മാധവ ആര വാസുദേവ ഘോഷ പ്രഭു സംഗേ രഹേ ഗോവിന്ദ പായേ സന്തോഷ. രാമദാസ മാധവ ആര വാസുദേവ ഘോഷ പ്രഭു സംഗേ രഹേ ഗോവിന്ദ പായ സന്തോഷ. രാമദാസ മാധവ ആര വാസുദേവ ഘോഷ പ്രഭു സംഗേ രഹേ ഗോവിന്ദ പായ സന്തോഷ. രാമദാസൻ മാധവൻ ആര വാസുദേവഘോഷൻ പ്രഭു സംഘേ മഹാപ്രഭുവിന്റെ സംഘത്തിൽ രഹേ തുടർന്നു, ഗോവിന്ദൻ പായ്യ അനുഭവപ്പെട്ടു, സന്തോഷ വളരെ സംതൃപ്തി. വിവർത്തന. രാമദാസനും മാധവഘോഷനും വാസുദേവഘോഷനുമായിരുന്നു ഈ 3 പേർ. ഗോവിന്ദഘോഷൻ മഹാപ്രഭുവിനോടൊപ്പം ജഗന്നാഥപുരിയിൽ തുടരുകയും അപ്രകാരം സന്തുഷ്ടനാവുകയും ചെയ്തു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. 119. ഭാഗവതാചാര്യ ചിരഞ്ജീവ ശ്രീ രഘുനന്ദന
മാധവാചാര്യ കമലാകാന്ത ശ്രീ യദുനന്ദന ഭാഗവതാചാര്യ ചിരഞ്ജീവ ശ്രീ രഘുനന്ദന മാധവാചാര്യ കമലാകാന്ത ശ്രീ യദുനന്ദന ഭാഗവതാചാര്യ ചിരഞ്ജീവ ശ്രീ രഘുനന്ദന മാധവാചാര്യ കമലാകാന്ത ശ്രീ യദുനന്ദന. പുഷ്പോ. ഹരേ കൃഷ്ണ. ഭാഗവതാചാര്യ ചിരഞ്ജീവ ശ്രീ രഘുനന്ദന മാധവാചാര്യ കമലാകാന്ത ശ്രീ യദുനന്ദന. പ്രധാന പദാർത്ഥം: ഭാഗവതാചാര്യൻ, ചിരഞ്ജീവൻ, ശ്രീ രഘുനന്ദനൻ, മാധവാചാര്യൻ, കമലാകാന്തൻ, ശ്രീ യദുനന്ദനൻ. വിവർത്തനം ശ്രീല പ്രഭുപാദ് മഹാരാജ് കി ജയ്. ഭാഗവത ആചാര്യനും ചിരഞ്ജീവനും ശ്രീ രഘുനാഥനന്ദനും മാധവാചാര്യനും കമലകാന്തനും ശ്രീ യദുനന്ദനുമെല്ലാം ചൈതന്യ വിശ്വത്തിന്റെ ശാഖകളിൽ ഉൾപ്പെടുന്നവരാണ്. ഭാവാർത്ഥം: ശ്രീ അഭയ ചരണാരവിന്ദം ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് മഹാരാജ് കി ജയ്. ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ തന്റെ അനുഭാഷത്തിൽ എഴുതിയിരിക്കുന്നു: ഈ മാധവാചാര്യൻ നിത്യാനന്ദ പ്രഭുവിന്റെ പുത്രി ഗംഗാദേവിയുടെ ഭർത്താവായിരുന്നു. അദ്ദേഹം നിത്യാനന്ദ പ്രഭുവിന്റെ ഒരു ശാഖയായ പുരുഷോത്തമനിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ചു. നിത്യാനന്ദ പ്രഭുവിന്റെ പുത്രി മാധവാചാര്യന് വിവാഹം കഴിച്ചപ്പോൾ പ്രഭു അദ്ദേഹത്തിന് പാഞ്ചി നഗര എന്ന ഗ്രാമം സ്ത്രീധനമായി നൽകിയതായി പറയപ്പെടുന്നു. മാധവാചാര്യന്റെ ക്ഷേത്രം പൂർവ്വ റെയിൽവേയിലെ ജീരാട് റെയിൽവേ സ്റ്റേഷന് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത്. ഗൗരഗണേശ ദീപികയിൽ 169 പറയുന്നതനുസരിച്ച് ശ്രീ മാധവാചാര്യൻ മുമ്പ് മാധവി എന്ന ഗോപികയായിരുന്നു. കമലാകാന്തൻ അദ്വൈത പ്രഭുവിന്റെ ശാഖയുടെ ഭാഗമായിരുന്നു. കമലാകാന്ത വിശ്വാസൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ശ്ലോകം 120. മഹാകൃപാപാത്ര പ്രഭുരാജഗായ മധായ് പതിതാ പാവന നാമേരാ സാക്ഷി ദ്വീപായ്. महाकृपापात्र प्रभुराजगाय माधाय पतिता पावना नामेरा साक्षी दोई बाय. महाकृपापात्र प्रभुराजगाय मधाय पतिता पावना नामेरा साक्षी दोई बाय. ഇതമാജി. ഹരേഷ. മഹാകൃപാപാത്ര മഹാകാരുണ്യത്തിന് പാത്രമാവുക. പ്രഭുര ഭഗവാന്റെ ജഗായും മാതായും പതിത പാവന പതിതരുടെ മോചകൻ നാമേര ഈ നാമത്തിന്റെ സാക്ഷി ദ്വീബായി ഈ രണ്ട് സഹോദരന്മാരും. വിവർത്തനം: വൃക്ഷത്തിന്റെ 89ാമത്തെയും 90ാമത്തെയും ശാഖയായ ജഗായും മതായും ചൈതന്യ ഭഗവാന്റെ കാരുണ്യത്തിന്റെ ഏറ്റവും വലിയ സ്വീകർത്താക്കളാണ്. ശ്രീ ചൈതന്യന്റെ പതിത പാവനൻ, പതിതാത്മാക്കളുടെ മോചകൻ എന്ന നാമം അർത്ഥവത്താണെന്ന് ഈ രണ്ട് സഹോദരന്മാരെ തെളിയിക്കുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. ഭാവാർത്ഥം: ശില ഭക്തിവേദാന്ത സ്വാമി ശില പ്രഭുപാദ് മഹാരാജ് കി ജയ്. ജഗായ് മതായ് സഹോദരന്മാർ പണ്ട് ദ്വാരപാലകരായ ജയനും വിജയനും ആയിരുന്നെന്നും പിന്നീട് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും ആയി തീർന്നുവെന്നും ഗണേശ ദീപികയിൽ 115, ഗണോദ്ദേശ ദീപികയിൽ 115 പറയുന്നു. ജഗായും മതായും ബഹുമാന്യമായ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചവരായിരുന്നു. പക്ഷെ അവർ കള്ളന്മാരുടെയും തെമ്മാടികളുടെയും ജീവിത രീതികൾ സ്വീകരിക്കുകയും എല്ലാ തരത്തിലുമുള്ള അനഭികാമ്യങ്ങളായ പ്രവൃത്തികളിലും പ്രത്യേകിച്ച് സ്ത്രീ ലംബടത്വത്തിലും ലഹരി പദാർത്ഥത്തിലും ചൂതാട്ടത്തിലും ഉൾപ്പെടുകയും ചെയ്തു. പിന്നീട് ചൈതന്യ മഹാപ്രഭുവിന്റെയും നിത്യാനന്ദ പ്രഭുവിന്റെയും കാരുണ്യത്താൽ അവർ ദീക്ഷ സ്വീകരിക്കുകയും അവർക്ക് ഹരേകൃഷ്ണ മഹാമന്ത്രം ജപിക്കാനുള്ള അവസരം ലഭിക്കുകയും ചെയ്തു. ജപത്തിന്റെ ഫലമായി രണ്ട് സഹോദരന്മാരും മഹാപ്രഭുവിന്റെ ഉത്കൃഷ്ടരായ ഭക്തരായി ഭവിച്ചു. മാതായിയുടെ പിൻഗാമികൾ ഇന്നും നിലനിൽക്കുന്നു. അവർ ബഹുമാന്യരായ ബ്രാഹ്മണരുമാണ്. ജഗായ് മതായ് എന്നീ രണ്ട് സഹോദരന്മാരുടെയും സമാധി സ്ഥലങ്ങൾ കട്വയിൽ നിന്ന് 1 മൈലോളം തെക്ക് ഘോഷഹാട്ട അല്ലെങ്കിൽ മാതായിതല ഗ്രാമം എന്ന സ്ഥലത്താണ്. ശ്രീ ഗോപീചരണ ദാസ ബാബാജി 250 വർഷം മുമ്പ് ഈ സ്ഥലത്ത് ഒരു നിതായ് ഗൗരക്ഷേത്രം സ്ഥാപിച്ചതായി പറയപ്പെടുന്നു. ഹരേ കൃഷ്ണ. ഓം ജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാഖയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ.
श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकदा मह्यं ददाति स्वपदान्तिकम् वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं सागरजातं सहगणरघुनाथान्वितं तं सजीवम् साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललितां श्रीविशाखान्वितांश्च नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिधि नामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्यदेशधारिणे नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिसिद्धान्त सरस्वती नामिने श्रीवासवानवी देवी दैत्याय कृपाब्धे कृष्ण संबंध विज्ञानदायिने प्रभवे नमः माधुर्यो जलप्रेमाढ्यारूपानुगा भक्तिदां गौरकरुणा शक्ति विग्रहाय नमस्तुते नमस्ते गौरवाणी श्रीमूर्तये दीनदारिणे रूपानुगा विरुधपसिद्धान्त द्वन्द्वहारिणे नमो गौरकिशोराय साक्षात् वैराग्यमूर्तये विप्रलम्बर साम्बोधे पादाम्बुजये ते नमः श्री नमो भक्ति विनोदाय सचिदानंद नामिने गौरशक्ति स्वरूपाय रूपानुगवराय ते गौराविर्भवो मे निर्देष्टा सज्जन प्रिया वैष्णव सार्वभौमो श्री जगन्नाथाय ते नमः श्रीरूपा सनातना भट्ट रघुनाथा श्रीजीवा गोपाल भट्टा दास रघुनाथा हेचाय गोशाय कोरी चरण बंधन जामोति विज्ञानाश अभीष्ट पूरण वांचा कल्पद्रुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः नमो महाधन्याय कृष्ण प्रेमप्रदायते कृष्णाय कृष्ण चैतन्य नाम्ने गौरत्युषे नमः पंचतत्त्वात्मकं कृष्णं भक्तरूपस्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिगं हे कृष्ण करुणा सिंधो दीनबंधो जगत्पते गोपेशा गोपिका कांदा राधा कांदा नमस्तुते जयदां सरदोपंगोर्मम मन्दपदे गदे मत्सर्वस्वपदां भोजो राधा मदनमोहनो दिव्यावृन्दारण्य कल्पद्रुमदा श्रीमद्नागर सिंहासनस्थौ श्रीमद्राधा शीलगोविन्ददेवो प्रेष्ठाभिः सेव्यमानो स्मरामि श्रीमन्रासरसारम्भि वंशी वडत्तडस्थितः कर्षन्वेणुस्वनेर्गोपी गोविनाथ श्रीगुणाञ्जन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी नमामि हरिप्रिये जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधरा श्रीवासादि गौरव प्रवृंदा हरे कृष्ण 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 हरे 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 राम 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 हरे हरे कृष्ण 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 हरे हरे राम राम हरे हरे जगन्नाथ तीर्थ विप्रा श्री जानकी नाथा गोपालाचार्य आर विप्रा वाणी नाथा The 78th branch of the original tree was Jagannatha Tirtha. The 79th was Brahmana Sri Janakinatha. 80th was Gopalacharya and 81st was Brahmana Vaishvaninath. ശാഖയുടെ വർണ്ണന തോന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ശ്ലോകങ്ങളിൽ 4 പേരെ പറഞ്ഞു. രാമദാസ കവിചന്ദ്ര ശ്രീ ഗോപാലദാസ 5 പേര് പറയും. ഭാഗവതാചാര്യ താക്കുര ശരണാഗദാസ. അപ്പോൾ ഇവരെ പറ്റി ഡീറ്റെയിൽസ് കുറച്ചുകൂടി ഡീപ്പായിട്ട് ചില പപ്പെട്ട് കൊടുത്തിട്ടുണ്ട്. താക്കുര സാരംഗദാസിനെ പറ്റി പറയുന്നുണ്ട്. അദ്ദേഹം സാരംഗപാണി എന്ന സ്ഥലത്ത് അവിടെയാണ് താമസിച്ചത്. നവദ്വീപന്റെ ഈ ദിവസം കുറച്ച് സാരംഗപാണി, ഇതിന്റെ പേര് സാരംഗപാണിയാണ്. നവദ്വീപിലാണ് താമസിച്ചത്. മോഡ്രുമാ ദ്വീപ 9 ഗ്രാമങ്ങൾ ചേർന്നാണ്, 9 ഐലൻഡ്സ് കൂടിയതാണ് നവദ്വീപ. അതിലൊരു ദ്വീപാണ് മോദ്രുമാ ദ്വീപ. അവിടെയാണ് ഠാക്കുര സാരംഗദാസ് അല്ലെങ്കിൽ സാരംഗപാണി എന്നാണ്.
വളരെ ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് ഗംഗാതീരത്തിരുന്നിട്ട് ഭഗവാനെ ആരാധിക്കുന്നു അദ്ദേഹം ചെയ്യാറ്. അപ്പോൾ അദ്ദേഹം ഇത്രയും ഉയർന്ന തലത്തിലുള്ള വൈഷ്ണവായിട്ടും ഗുരുതരത്തിലാണെങ്കിലും ശരി, അദ്ദേഹം പൊതുവെ ആത്മദീക്ഷ കൊടുത്തിരുന്നില്ല. കുറേ കാലം അദ്ദേഹം ദീക്ഷ കൊടുക്കാതെയും വിസമ്മതിച്ചിട്ട് ആത്മ കൊടുക്കാതെ മാറിക്കയറി. ഒരു സുപ്രഭാതത്തിൽ തോന്നി, ഇന്ന് ഞാൻ ആരെ കാണുന്നു അയാൾക്ക് ഞാൻ ദീക്ഷ കൊടുക്കും എന്ന് തീരുമാനത്തോടുകൂടി അദ്ദേഹം ഗംഗാതീരത്തിൽ പോവാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഗംഗയിൽ കൂടെ ഒരു ഒഴുകി വരുന്ന ശവശരീരം കാണുന്നു. അപ്പോ അതിന്റെ കാലുകൊണ്ട് ഈ ശരീരത്തിൽ തൊട്ടപ്പോ അത് പെട്ടെന്ന് ജീവൻ വെക്കും. ജീവൻ വെച്ച പ്രത്യക്ഷനായി സാരംഗപാണി ഠാക്കൂറുടെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ സാരംഗപാണി ഠാക്കൂർ അദ്ദേഹത്തിനെ ശിഷ്യനായിട്ട് സ്വീകരിക്കണം. അപ്പോൾ അദ്ദേഹം സ്ഥാപിച്ച ഇതിനെ പറ്റി പറയേണ്ട ഗൗഡിയ മഠമായിട്ട് കണക്ഷൻ പറയുന്നുണ്ട്. അങ്ങനെ 3-4 ഭക്തന്മാരുടെ കണക്ഷൻ അലൈനിൽ കുറച്ച് ആൾക്കാരുണ്ട്. ഇവിടെ എല്ലാം ചെയ്തതിനു ശേഷം വേറെ 3 പേരുടെ പ്രശ്നമാണ്. ജാനകിനാഥ തീർത്ഥ ജഗന്നാഥ തീർത്ഥ വിപ്രാശി ജാനകിനാഥ, ഗോപാല ആചാര്യ വിപ്രാവാണിനാഥ. അതിൽ 2 പേര് ബ്രാഹ്മണന്മാരാണ്. വിപ്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാഹ്മണൻ, ജാനകിനാഥനും വാണിനാഥനും 2 പേരും ബ്രാഹ്മണനാണ്. അത് ജഗന്നാഥ എന്ന് പറഞ്ഞാൽ സന്യാസികളാണ്. ജാനകിനാഥനും വാണിനാഥനും ബ്രാഹ്മണനാണ്. ജഗന്നാഥ എന്ന് പറയുമ്പോൾ ചൈതന്യ മഹാപ്രഭുവിന്റെ 9 സന്യാസിമാരായിട്ടുള്ള ശിഷ്യന്മാരുണ്ടായിരുന്നു. 9 പ്രമുഖ സന്യാസിമാര്. അതിൽ ഒരാളാണ് ഈ ജഗന്നാഥ തീർത്ഥ. ചാമ്പഹട്ടി ഗ്രാമത്തിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. പോലീസ് സ്റ്റേഷൻ പൂർവസ്ഥയിലെ അടുത്താണ്. നമ്മുടെ ഭക്തി സിദ്ധാന്ത സരസ്വതി സന്മഹാരാജത്തിന്റെ അനുഭാഷയിൽ പറയുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു അമ്പലുണ്ടായിരുന്നു. വളരെ മോശമായ രീതിയിലാണ് പോയിരുന്നത്. ക്ഷീണിച്ച, യാതൊരു പൂജ നടക്കാണ്ട്, യാതൊരു ആക്ടിവിറ്റീസ് ഇല്ലാത്ത അമ്പലമായിരുന്നു. അതിനെ പുനരുദ്ധീകരിക്കുകയാണ് ഇത് ചെയ്യുന്നത്. പരമാനന്ദ ബ്രഹ്മചാരി എന്ന് പറഞ്ഞ ആളാണ്. സിദ്ധാന്ത സരസ്വതിയുടെ ശിഷ്യനാണ് പരമാനന്ദ ബ്രഹ്മചാരി. അപ്പൊ അദ്ദേഹം പുതിയതായിട്ട് പൂജയെല്ലാം പൂജാവട്ടം ആരാധനക്രമം എല്ലാം ക്രമീകരിച്ചു. വളരെ കർശനമായിട്ട് അത് പിന്തുടരാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. അതനുസരിച്ച് അദ്ദേഹത്തിന്റെ പിൻവാങ്ങികളെല്ലാം അത് വളരെ നല്ല രീതിയിൽ കൊണ്ടുനടന്നു. അവിടെ ഗൗരഗദാധരയാണ് പ്രിൻസിപ്പൾ. ഗൗതഗദാധര. അപ്പോൾ വാണിനാഥന്റെ സ്ഥലം എന്ന് പറയുന്നത് ചാണബഹാട്ടി എന്ന സ്ഥലത്താണ്. സമുദ്രഹ ദാദ്വീപ് സ്റ്റേഷനിൽ നിന്ന് 2 മൈൽ അപ്പുറമാണ് ചാണബഹാട്ടി. ഇതാണ് വിപ്ര വാണിനാഥന്റെ ഉറവിടം. അതാണ്. പതിനഞ്ചാം ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ഗോവിന്ദ മാധവേര വാസുദേവ ദീനാബായ് യാൻ സഹാരേ കീർത്തന സുഭാര കീർത്തന നാച്ചേ ചൈതന്യഭായ്. 3 പ്രസിദ്ധരായിട്ടുള്ള കീർത്തനീയരാണ് അവിടുത്തെ 3 പേര്. ആരൊക്കെയാണവര്? ഗോവിന്ദ, മാധവ, വാസുദേവ. അതിന്റെ മാധവഘോഷ 2 3 കായസ്ഥ ഫാമിലിയാണ്. കായസ്ഥ എന്ന് നമുക്കറിയാം, രഘുനാഥദാസ് ഗോസ്വാമി വന്ന ഫാമിലി കായസ്ഥ ഫാമിലിയാണ്. ബംഗാൾ ദേശത്തെല്ലാം അവരെ ക്ഷത്രിയായിട്ട് കണക്കാക്കുന്നുണ്ട്. പക്ഷേ ഈ വടക്കേ ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് ആ സ്ഥാനമില്ല. എന്നിരുന്നാലും ബംഗാളിൽ അവർക്ക് വലിയ സ്ഥാനം. ബ്രാഹ്മണൻ കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും വലിയ പ്രമുഖമായിട്ടുള്ള ഈ കായസ്ഥ ക്ഷത്രിയനായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഈ 3 മാധവാചാര്യ വളരെ എക്സ്പെർട്ടാണ് കീർത്തനം ചെയ്യാൻ. ലോകത്തിൽ ആർക്കും അയാളെ വെല്ലുവിളിക്കാൻ കഴിയില്ല. ഇതിനെ വൃന്ദാവനത്തെ ഗായകൻ എന്ന പേരാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്.
ഇവർ മൂന്നുപേരും കീർത്തനം ആലപിച്ചു തുടങ്ങിയ കീർത്തൻ പെർഫോമൻസ് ചെയ്തു തുടങ്ങിയാൽ പിന്നെ ചൈതന്യ മഹാപ്രഭുവിനും നിത്യാനന്ദനും നിലത്ത് നിൽക്കാൻ പറ്റില്ല. അവർ പിന്നെ നിലത്തല്ല, അവരിങ്ങനെ ഡാൻസ് ചെയ്ത് വളരെ എക്സ്റ്റാസ് മാതിരി ഉന്മത്തമായിട്ടുള്ള നൃത്തമാണ് അവർ ചെയ്യുക. അത്രയും എന്താ പറയുക, എനർജറ്റിക് ആയിട്ടുള്ള ട്രാൻസെൻഡൻ്റൽ ആയിട്ടുള്ള കീർത്തനമാണ് ഇവിടെ ഈ മൂന്നുപേരും ലോകത്തെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള കീർത്തൻസാണ്. അതിലെ മാതാദാസിനെ തോൽപ്പിക്കാൻ ആരുമില്ല. No one within this world could compete with him. അദ്ദേഹത്തെ വെല്ലുവിളിക്കാനുള്ള പ്രശ്നമേ ഉദിക്കുന്നില്ല. അത്രയും ഉയരത്തിൽ കണക്കാക്കാൻ വരുന്നത് ചൈതന്യമഹാപ്രഭുവും നിത്യാനന്ദനും ഉന്മാദരായിട്ട് ഭ്രാന്തന്മാരുടെ ഡാൻസ് ചെയ്യുന്നു. ഇവരെ കീർത്തനം കേട്ട് കഴിയുമ്പോൾ ഇവരുടെ ആ കീർത്തനത്തിന്റെ ആ മേന്മ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോ ഗൗര ഗണോദേശ ദിവികൾ പറയേണ്ട ഈ മൂന്നുപേര് സാധാരണ ആൾക്കാരല്ല. അവര് വലിയ ഉന്നതത്തിലുള്ള ഗോപിമാർ തന്നെയായിരുന്നു. കലാവതി, രസോല്ലാസ ആൻഡ് ഗുണതുംഗ എന്ന് പറയുന്ന ഗോപിമാരായിരുന്നു. കൃഷ്ണ പാസ് ടൈമില് അവരെ ഗോപിമാരായിരുന്നു കൃഷ്ണന്റെ. ഇപ്പോ ഈ മൂന്ന് പേരും കലാവതി, രസോല്ലാസ് ആൻഡ് ഗുണതുംഗ, ഇവർ മൂന്നുപേരും വിശാഖഗോപി എന്ന് പറഞ്ഞ മഹാപ്രഭുവിന്റെ കൃഷ്ണബന്ധം ലളിത വിശാഖ പ്രസിദ്ധരായിട്ടുള്ള രണ്ടുപേര് അഷ്ടസഖിൽ വരുന്നതാണ്. അതിൽ വിശാഖഗോപി എന്നുണ്ട് പോയട്രി രചനയും ശകലം കീർത്തൻ അല്ലെങ്കിൽ ശ്ലോകങ്ങൾ പദ്യം നിർമ്മിക്കാൻ വളരെയധികം പ്രാവീണ്യം നേടിയതാണ് വിശാഖഗോപി. അപ്പൊ അവര് കൃഷ്ണനെക്കുറിച്ച് ധാരാളം കീർത്തനങ്ങൾ എഴുതിക്കൊണ്ടിരിക്കും, ആലപിക്കൊണ്ടിരിക്കും. അപ്പൊ ഇവര് മൂന്നുപേരാണ് അത് കീർത്തനം ചെയ്യാം. ഇവരെ മൂന്ന് ഗോപിമാരായിട്ട് പറയുന്ന ആൾക്കാരെ കലാവതി, റസല്ലാസ ആൻഡ് ഗുണതുംഗ എന്ന് പറയുന്ന മൂന്ന് ഗോപിമാര്, അവരാണ് ഈ പറഞ്ഞ മൂന്ന് ദിവസം ഇപ്പോഴത്തെ ചൈതന്യ സേതാനത്തിൽ പറയുന്ന ഗോവിന്ദ, മാധവാൻ, വാസുദേവ. പല വഴിയും കണക്ട് ചെയ്യണം, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വെറും കൃഷ്ണന്റെ കണക്ഷൻ, ചൈതന്യ കൃഷ്ണൻ കണക്ഷൻ മാത്രമല്ല പറഞ്ഞ കൃഷ്ണന്റെ അസോസിയേറ്റ്സും ചൈതന്യ അസോസിയേറ്റ്സും തമ്മിൽ ബന്ധമുണ്ട് എന്ന് പറയുമ്പോൾ കൃഷ്ണന്റെ ആ സുപ്രീം പൊസിഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ പറയുകയാണെങ്കിൽ ജഗന്നാഥ രഥയാത്ര സമയത്ത് ചൈതന്യ മഹാപ്രഭു 7 പാർട്ടികൾ ഉണ്ടാക്കും. 7 പാർട്ടിയാണ് കീർത്തനം. ഒരു പാർട്ടി എന്നല്ല, നമ്മളുടെ ഒരു പാർട്ടിയുണ്ട്. പക്ഷെ അവിടെ 7 പാർട്ടികളാണ്. രഥയാത്രയ്ക്ക് മത്സരിച്ചിട്ടാണ് അവര് കീർത്തനം ചെയ്യാം. അതില് പെട്ട ആൾക്കാരുടെ ഇവര് അറിയാൻ അവരുടെ ആ എത്രത്തോളം അവരുടെ കീർത്തനിൽ എത്രത്തോളം നമുക്ക് അഭിരുചിനെ മനസ്സിലാക്കാൻ പറ്റും. മണിക്കൂറോളം രാത്രി മുഴുവനാണ് അവർ മുഴുവൻ നേരവും ഇവര് ആർത്തുല്ലാസനായിട്ട്. അപ്പൊ അതിന്റെ പേരിന്റെ രസോല്ലാസ. Three brothers were one of the 7 parties that performed Kirtan when Lord Chaitanya Mahaprabhu attacked to Rathayatra. This festival at Jagannath Puri, Vakreshwar was also chief dancer in that party. Is VT said in Madhya Lila chapter 13 verses 42 and 43. രസത്തിനെ പറ്റി ഇവിടെ പറഞ്ഞു. ഇങ്ങനെയാണ് ഇവർ മൂന്നുപേരും രസോന്മുഖരായിട്ട് ഉള്ളവരായിട്ട് എങ്ങനെ ഡാൻസ് ചെയ്തു രഥയാത്ര മുമ്പില്. അപ്പൊ അതിന് വക്രേശ്വര പണ്ഡിതനാണ് ചീഫ് ഡാൻസർ. ഇവരെ കീർത്തനം ചെയ്യും, ഡാൻസ് ചെയ്യും. പക്ഷേ ചൈതന്യ മഹാപ്രഭുവും എല്ലാം കൂടി ഡാൻസ് ചെയ്യും. ഇവിടെ കേട്ടിട്ട് പക്ഷെ ഇവിടെ കൂടുതൽ ഡാൻസ് ജഗന്നാഥപുരി ഡാൻസ് ചെയ്യുന്ന വക്രേശ്വര പണ്ഡിതൻ എന്ന് പറയുന്ന അതിനെ പറ്റിയിട്ട് എനിക്ക് കുറെ പരാമർശങ്ങൾ ഉണ്ടാവുന്നുണ്ട് മധ്യനിയില്. അത് മനസ്സിലാക്കാൻ പറ്റും.
ഇനി വരുന്ന ആൾക്കാര് രാമദാസ അഭിരാമ സഖ്യപരം പ്രേമാരാശി ഷോളസംഖ്യേന കാഷ്ട തുലീയ കരില വൻസി. Ramadasa Abhirama was fully absorbed in the mellow of friendship. He had a fruit of bamboo sticking 16 knots. അപൂർവമായിട്ടുള്ള ഒരു ഫുഡിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. എടുത്തു പറയുന്നുണ്ട് ദ്വാരങ്ങളുള്ള. നമ്മള് നമുക്കറിയാം കൃഷ്ണന്റെ ഒടക്കുഴിനെ പറ്റി വൃന്ദാവനത്ത് പറയുമ്പോൾ പലതരം ഒടക്കുഴല്ല കൃഷ്ണനുണ്ട്. ഓരോ സമയത്തും ഓരോ സമയത്തും ഓരോ തരത്തിലുള്ള ഒടക്കുകളാണ് കൃഷ്ണൻ വിളിക്കുക. അത് ചെറുതായിട്ടുള്ള ഒടക്കുകളുണ്ട്, 4-5 ദ്വാരങ്ങളിലെ ഒടക്കുകളുണ്ടാവും, അതിനേക്കാൾ ധാരാളം ഉണ്ടാവും. പിന്നെ വളരെ നീളമുള്ള, ഏറ്റവും നീളമുള്ള ഒരു നമ്മുടെ കയ്യിലേക്ക് നീളമുള്ള ഒടക്കുകളുണ്ട്. അതിലാണ് ഒരു 16 തുളകളുള്ള. പദത്തെ എക്സ്പേർട്ട് ആയിരിക്കണം. അത് വായിക്കണമെങ്കിൽ അത്രയധികം വൈദഗ്ധ്യമുള്ളത് മാത്രമേ അത്തരത്തിലുള്ള ഓടക്കുകൾ വിളിക്കാൻ പറ്റുള്ളൂ. പക്ഷേ രാമദാസ അഭിരാമ എന്നുള്ളത് അതിൻ്റെ രസം എന്നുള്ളത് സഖാരസമാണ്. സഖാരസിൽ മുഴുകിക്കൊണ്ട് ചൈതന്യ മഹാപ്രഭുവിന് പ്രീതിക്കായിട്ട് ഇങ്ങനെ അദ്ദേഹം ഈ 16 ദ്വാരങ്ങളുള്ള ഓടക്കുകൾ നിരന്തരം അദ്ദേഹം ഓടക്കം വിളിക്കുമായിരുന്നു. അതിനുശേഷം വേറെ കുറച്ച് ആൾക്കാരെ പ്രഭുരാജ്ഞായ നിത്യാനന്ദ ഗൗഡേ ചരില താൻ്റെ അസംഖ്യ തീനജന പ്രഭു അജ്ഞായ ഓർഡർ ഓഫ് Sri Chaitanya Mahaprabhu, 3 devotees accompanied with Lord Nityananda Prabhu when he returned to Bengal to preach. അപ്പോൾ കുറച്ചു കാലം പുരിയിലിരുന്ന ശേഷം ചൈതന്യ മഹാപ്രഭു നിത്യാനന്ദ പ്രഭുവിനോട് പറയാണ്, ഹേ നിത്യാനന്ദ, ബംഗാളിൽ നമ്മളെല്ലാം വന്ന ശേഷം ബംഗ്ലാദേശത്തില് പ്രചരണം കുറച്ച് ബന്ധീകരിച്ചിരിക്കുകയാണ്. പ്രചരണം നന്നായിട്ട് നടക്കുന്നില്ല. അപ്പം ഇങ്ങനെ പോയാൽ ശരിയാവില്ല. അപ്പോൾ അവിടെ നവദ്വീപ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ്. പിന്നെ കുറേ അധികം സ്ഥലങ്ങളുണ്ട് ബംഗാളിൽ. പക്ഷെ അവിടെ ഇപ്പോൾ ചൈതന്യ മഹാപ്രഭു പുരിയിൽ വന്നപ്പോൾ കുറേ ആൾക്കാർ സ്ഥിരം നിലയിൽ പുരി താമസിക്കണം. ചൈതന്യ മഹാപ്രഭു ഇല്ലാത്തതുകൊണ്ട് അവിടെ ബാക്കിയുള്ള ആൾക്കാർക്ക് ഇല്ല. അപ്പൊ അവിടെ റെഗുലർ ആയിട്ടുള്ള പ്രീച്ചിങ് നടത്താൻ ആൾക്കാര് അത്രയും ഉന്നത തരത്തിലുള്ള ആൾക്കാരില്ല. അതുകൊണ്ട് ചൈതന്യ മഹാപ്രഭു നിത്യാനന്ദ പ്രഭു തന്നെ അങ്ങോട്ട് പോകണം. ഇനി അവിടെ പോയിട്ട് വീണ്ടും ബംഗാളില് ഇതിനെ പുനരുദ്ധിക്കണം. ഈ സങ്കീർത്തനം വളരെയധികം ഊർജിതമാക്കണം എന്നാവശ്യപ്പെട്ടു. അപ്പോൾ നിത്യാനന്ദ പ്രഭു അതും അദ്ദേഹം സ്വീകരിക്കും. അപ്പോൾ അദ്ദേഹത്തിനൊപ്പം ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, ഗോവിന്ദൻ, മാധവ, വാസുദേവ, ഇവരെ 3 പേരെയും ഗോവിന്ദ, മാധവ, വാസുദേവ, ഇവര് 3 പേരും അവർ കീർത്തനം ചെയ്യാൻ നേരത്തെ പറഞ്ഞ ലോകത്തില് അവരെ പ്രത്യേകിച്ചും ഇവരെ എടുത്തു പറയുന്നുണ്ട്. മാധവദാസ വാസ് എക്സ്പെർട്ട് ഇൻ പെർഫോമിംഗ് കീർത്തന. നോ വൺ വിത്തിൻ ദിസ് വേൾഡ് കുഡ് കോമ്പീറ്റ് വിത്ത് ഹിം. അദ്ദേഹത്തിനെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം നിത്യാനന്ദ പ്രഭുവിനെ വളരെയധികം വൃന്ദാവനത്തില് നിത്യാനന്ദ പ്രഭുവിനെ വളരെയധികം അടുത്ത ആളാണ്. അപ്പൊ ഇവരുടെ 3 കീർത്തനം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ചൈതന്യ മഹാപ്രഭുവും നിത്യാനന്ദ പ്രഭുവും എൻ്റെ കാലുകൾ വെറുതെ ഇരിക്കില്ല, നിലത്തുറക്കില്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, ഇവരെ കീർത്തനം ചെയ്യാനും ഡാൻസ് എക്സ്പേർട്സ് ആണ്. അപ്പോൾ സങ്കീർത്തനം നന്നാക്കണമെങ്കിൽ ഇവർ 3 നേരം വരണം.
അപ്പോൾ അവരെ രണ്ട് 3 പേരും നിത്യാനന്ദ പ്രഭുവിനൊപ്പം തന്നെയായിട്ട് ബംഗാളിൽ പോകാനായിട്ട് ചൈതന്യ മഹാപ്രഭു കൽപ്പിക്കുകയാണ്. അതനുസരിച്ച് അവര് ബംഗാളിൽ പോവാണ്. പിന്നെ രാമദാസം രാമദാസ മാധവ ആര വാസുദേവ ഘോഷ പ്രഭു സംഗീത ഹേ ഗോവിന്ദപയ സന്തോഷ. സോറി, രാമദാസ മാധവ ഘോഷ വാസുദേവ ഘോഷ അവരെയാണ് അയക്കുന്നത്. പക്ഷെ ഗോവിന്ദ ഘോഷ പക്ഷേ ചൈതന്യ മഹാപ്രഭുവിന്റെ ഒപ്പം തന്നെ അവരിയ്ക്കുകയാണ് അദ്ദേഹം. ഈ പറഞ്ഞ ബാക്കി രണ്ടുപേര് രാമദാസ ആൻഡ് വാസുദേവ, ഇവർ രണ്ടുപേരും നിത്യാനന്ദ പ്രഭുവിനൊപ്പവും മാധവദാസ ഗോവിന്ദ ഘോഷ ചൈതന്യ മഹാപ്രഭുവിനൊപ്പം ഇരിക്കുകയാണ്. പിന്നെ 110-ാം ശ്ലോകത്തില് ഭാഗവതാചാര്യ ചിരഞ്ജീവ ശ്രീ രഘുനന്ദന മാധവാചാര്യ കമലാകാന്ത ശ്രീ യദുനന്ദന. ഭാഗവതാചാര്യ ചിരഞ്ജീവ ശ്രീ രഘുനന്ദന മാധവാചാര്യ കമലാകാന്ത ശ്രീ രഘുനന്ദന. ബ്രാഞ്ചസ് 6 പേരാണ് ഇവിടെ പറയുന്നത്. ഭാഗവതാചാര്യ, ചിരഞ്ജീവ, രഘുനന്ദന, മാധവാചാര്യ, കമലാകാന്ത, യദുനന്ദന. ഈ 6 പേരും ചൈതന്യ മഹാപ്രഭുവിന്റെ ശാഖകളിൽ പ്രസിദ്ധരായിട്ടുള്ള ആൾക്കാരാണ്. ഭക്തി സിദ്ധാന്ത സരസ്വതി എടുത്തു പറയുന്നുണ്ട്, മാധവാചാര്യൻ എന്നുള്ളത് ചൈതന്യ മഹാപ്രഭുവിന്റെ ഒരു മകള് ഗംഗാദേവി. ഈ മകളെ വിവാഹം ചെയ്ത് മാധവാചാര്യനാണ്. മാധവാചാര്യ പുരുഷോത്തമ എന്ന് പറയുന്ന നിത്യാനന്ദ പ്രഭുവിന്റെ ഒരു ശിഷ്യനിൽ നിന്നാണ് അദ്ദേഹം ദീക്ഷ എടുക്കുന്നത്. നമുക്കറിയാം, നിത്യാനന്ദ പ്രഭു തിരിച്ചു പോയതിനു ശേഷം അദ്ദേഹം ചൈതന്യ മഹാപ്രഭുവിന്റെ ഉത്തരവ് അനുസരിച്ചിട്ട് അദ്ദേഹം വിവാഹം ചെയ്യുന്നുണ്ട്. ജാൻവി ആണ് അദ്ദേഹത്തിന്റെ ഭാര്യ. ജാൻവിയുടെ സിസ്റ്റർ ആയിട്ടുള്ള വസുധ, ജാൻവി മാതാജിയുടെ സഹോദരി വസുധയും നിത്യാനന്ദ വിവാഹം കഴിക്കും. അതിന് രണ്ടുപേരും വിവാഹം കഴിച്ച് തിരിച്ചു ഇങ്ങോട്ട് വന്ന വസുധയിൽ നിന്നാണ് നിത്യാനന്ദന്റെ മക്കൾ ഉണ്ടാവുക. അതിൻ്റെ മകളാണ് ഗംഗാദേവി. ഗംഗാദേവി വിവാഹം കഴിക്കുന്നത് ഈ പറഞ്ഞ മാധവാചാര്യനാണ്. മാധവാചാര്യ ചൈതന്യ മഹാപ്രഭുവിന്റെ ഇതില് ബ്രാഞ്ച് വരുന്നതാണ്. അതിന് നേരത്തെ പറഞ്ഞ നിത്യാനന്ദ പ്രഭുവിന്റെ ശിഷ്യനായ പുരുഷോത്തമിൽ നിന്ന് സ്വീകരിക്കുന്നുണ്ട്. മാധവാചാര്യനെ പറ്റി വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, നിത്യാനന്ദ പ്രഭു അദ്ദേഹത്തെ വിവാഹം കഴിക്കുമ്പോൾ സ്ത്രീധനമായിട്ട് പഞ്ചങ്കര എന്ന് പറയുന്ന ഒരു ഗ്രാമം കൊടുക്കുന്നുണ്ട്. ശ്രീ മാധവാചാര്യക്ക് ഒരു അമ്പലമുണ്ട് അവിടെ. അത് റെയിൽവേ സ്റ്റേഷനുണ്ട്, ജീരത് റെയിൽവേ സ്റ്റേഷൻ, ഈസ്റ്റേൺ റെയിലിന്റെ ഭാഗമാണ് ജീരത് റെയിൽവേ സ്റ്റേഷൻ. അവിടെയാണ് അത് ജീർണിച്ച അവസ്ഥയായിരുന്നു. പക്ഷേ പിന്നീട് അത് കറക്റ്റ് ചെയ്തു. പിന്നെ ഗൗണോപദേശത്തിൽ പറഞ്ഞ മാധവാചാര്യ വാസ് ഫോർമർലി ഗോപി നെയ്ഡ് മാധവി. മാധവി എന്ന് പറയുന്ന ഗോപിയായിരുന്നു ഈ മാധവാചാര്യൻ എന്ന് പറഞ്ഞ. കമലാകാന്തൻ എന്നുള്ള അദ്വൈതാചാര്യന്റെ ബ്രാഞ്ചിൽ വരുന്നതാണ്. ഒരു 6 പേരിൽ ഒരാളാണ് കമലാകാന്തമാണ്. അതിന്റെ ഫുൾ നെയിം കമലാകാന്ത വിശ്വാസ. പാത്ര പ്രഭുരാ ജഗായ് മധായ് പതിത പാവന നാമേരാ സാക്ഷി ദേവീബായ്. Jagai and Madhai, the 89th and 90th branch of the tree, were the greatest recipients of Lord Chaitanya's mercy. These 2 brothers were witnesses who proved that Lord Chaitanya was rightly named Patita Pavana, the deliverer of fallen souls. So, Jagai and Madhai were പ്രസിദ്ധരായിട്ടുള്ള ഈ ചൈതന്യ ചരിതാമൃതത്തിന്റെ ചൈതന്യ മഹാപ്രഭുവിന്റെ ജീവിതകാലത്തില് വളരെയധികം പ്രസിദ്ധരായിട്ടുള്ള ആൾക്കാരാണ് ജഗായ് മധായാണ്.
അവരെ ഏറ്റവും കഷ്ണരായിട്ട് ഏറ്റവും നീചരായിട്ടുള്ള ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചാണെങ്കിൽ ഏറ്റവും നീചമായിട്ട് കർമ്മം മാത്രം. അവർ ചെയ്യാത്ത നീചകർമ്മം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇല്ല. അങ്ങനത്തെ ഒരു നീചകർമ്മം അവർ ചെയ്യാത്തതായിട്ടുള്ള നീചകർമ്മങ്ങളില്ല. അത്രയും നീചരായിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്തത്. എന്നിരുന്നാലും നിത്യാനന്ദ പ്രഭുവിന്റെ കൃപ കൊണ്ട് ചൈതന്യ മഹാപ്രഭു അവരേക്ക് ദീക്ഷ കൊടുക്കുന്നുണ്ട്. ദീക്ഷ കൊടുക്കുന്ന സമയത്ത് ചൈതന്യ മഹാപ്രഭുവിന്റെ നിറം സ്വർണ്ണ നിറമുള്ള ഒരു അര സെക്കൻഡ് അത് ഇരുണ്ടുപോയി എന്ന് പറയും. അത്രത്തോളം പാപങ്ങള്, അത്രയും പാപം ചെയ്താണ് ജഗായ് മാത മനസ്സിലാക്കാൻ പറ്റും. ജഗായ് മാതയെ പറ്റി പറയുന്ന വെച്ചാൽ അവർ ആക്ച്വലി ജയവിജയന്മാരായിരുന്നു. ചൈതന്യ മഹാപ്രഭു വന്നപ്പോ അവർക്ക് 3 ജന്മ ജയവിജയന്മാർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ചൈതന്യ മഹാപ്രഭു വന്നപ്പോ കൂട്ടത്തിൽ അവരും വന്നു. അപ്പോ അവരെ പറ്റി പറഞ്ഞ കുറെ നീചകർമ്മങ്ങള്, പ്രത്യേകിച്ചും സ്ത്രീകളെ ബലാത്കാരം ചെയ്യാന്നുള്ള അവർക്ക് ഒരു ഏറ്റവും വലിയ ഇതായിരുന്നു. അത് പാപകർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അവസാനം ഹരിനാമദീക്ഷ കൊടുത്തു. ഹരിനാമദീക്ഷ കൊടുത്ത് മഹാമന്ത്രം ജപിച്ചു. അതിന് രണ്ടുപേരും ചൈതന്യ മഹാപ്രഭുവിന്റെ ഏറ്റവും വലിയ ഡിവോട്ടീസായിട്ട് മാറാണ്. ഇവിടെ പറയുന്നുണ്ട് മാധായിയുടെ തലമുറ, അദ്ദേഹത്തിന്റെ പിൻഗാമികള് ഇപ്പോഴും ഉണ്ട്. അവര് വളരെയധികം ബഹുമാനീയരായിട്ടുള്ള ബ്രാഹ്മണരായിട്ടാണ്. ജഗായ് മാത രണ്ടുപേരും ബ്രാഹ്മണ കുടുംബത്തിൽ ചെയ്തതാണ്. അപ്പൊ അവരുടെ പിൻതലമുറക്കാര് ബ്രാഹ്മണനായിട്ട് നിലനിർന്നു. അത് വളരെ ആദരണീയമായിട്ടുള്ള ബ്രാഹ്മണനാണ് അവരെ. ഇവരുടെ ഈ ശവക്കല്ലറ എന്ന് പറയുന്ന ഘോഷഹാത്ത എന്ന സ്ഥലത്താണ്. അത് കട്ടുവ എന്ന സ്ഥലത്ത് 1 കിലോമീറ്റർ ദൂരെയാണ്. അപ്പൊ ഇവിടെയാണ് പറഞ്ഞത്, ഇവിടെ 250 വർഷം മുമ്പ്, 250 വർഷം ചതനചരണാമം എഴുതുന്ന 1975 സമയത്താണ്. അപ്പോൾ എനിക്ക് ഇതാണ് അപ്പൊ പീരീഡില്. അപ്പൊ 250 വർഷം മുമ്പ് എന്ന് പറയുമ്പോൾ 1725 AD അവിടെ ഈ സ്ഥലത്ത് ഇവരുടെ സൗകര്യമുള്ള സ്ഥലത്ത് ഒരു ഗൗമുത്തായുടെ ഒരു അമ്പലം ഗോപീചരണദാസ് ബാബാജി നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇവരുടെ ശാഖകളുടെ വർണ്ണ തുറന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ശാഖകളും ഇനി വർണ്ണിച്ചുകൊണ്ടിരിക്കും. എന്തുകൊണ്ട് ഞാൻ വർണ്ണിക്കുന്നു എന്നുള്ളത് അടുത്ത ശ്ലോകങ്ങളിൽ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. താങ്ക് യു വെരി മച്ച്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആൾക്കാരില്ല മഴ ബാധിച്ചിട്ടുണ്ടോ? വൈഷ്ണവി നന്ദകുടി വൈഷ്ണവ ജയ ശ്രീ ഭഗവാൻ ജയ.